ചോദിച്ചാൽ പറയൂ. എന്താണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഏത് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അത് അറബിയല്ല പ്രാർത്ഥന. ഇത് എവിടെയും കേട്ടിട്ടുണ്ടോ? എന്തായാലും നനഞ്ഞു കുളിച്ചു കയറാം. അല്ല, ഇത് ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയോ? പോയി. എന്ത്? അപ്പൊ പള്ളിയില് പ്രാർത്ഥന ഒന്നും ഇരുന്നില്ലേ? ഇരുന്നു. അപ്പൊ ഉസ്താദിന്റെ പ്രാർത്ഥിച്ചത് നിങ്ങൾ എന്താ കാര്യം? കേട്ടില്ല. അപ്പൊ ഇതുവരെ കേട്ടിട്ടില്ല? നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ദുആ എടുക്കാറില്ലേ? അതെ അതെ. ഒന്ന് ദുആ പറഞ്ഞേ. അതിന് ഒക്കെ നിങ്ങളോട് പറയേ, ഒരു ദുആ പറയ്. നിങ്ങൾ വർഗീയത പറയില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വർഗീയത പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾ വർഗീയത അറബി പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫാത്തിഹ അറിയോ? അല്ല, ഫാത്തിഹ അറിയോ? അറിയാം. എന്നാ ഫാത്തിഹ ഒന്ന് ഓതിയേ. അല്ല, ഞാൻ പറഞ്ഞുതരാം. വർഗീയത ഫാത്തിഹയിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ. ഫാത്തിഹയിലുണ്ട് വർഗീയത, ഫാത്തിഹയിലുണ്ട് വർഗീയത. അത് ഓത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ ഒരു കാര്യം ഫുള്ളാക്കട്ടെ. നിങ്ങൾ അതിന് മുന്നേ ആദ്യം പറഞ്ഞത് തീരുമാനമാക്കുക, എന്നിട്ട് നമുക്ക് ഒന്ന് ക്ഷമിക്കുക. ആ സോബ്രൻ ഇസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ ബാക്കിയാണ്, പകുതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആദ്യം പറഞ്ഞു നമ്മൾ ചെയ്യാറില്ല എന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യണത് ഞാൻ കാണിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്യില്ല എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ചെയ്യില്ല. നിങ്ങൾ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫാത്തിഹ ഓത്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്നാ പോട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം കേട്ടിട്ടുണ്ടോ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം കേട്ടിട്ടുണ്ടോ? അല്ല, അത് ഫാത്തിഹ താങ്കളും കേട്ടിട്ടില്ല. അതിന്റെ ബാക്കി ഓതിയേ. അത് ഞാൻ ബാക്കി ഓത്. എന്തിനാ ഞങ്ങൾക്ക് ഓതി തീർന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ വർഗീയത പറയല്ല. വർഗീയത നിങ്ങൾ പറഞ്ഞ ഞാൻ തെളിയിച്ചു തരാം. ഞാൻ പറയട്ടെ. നിങ്ങൾ ആദ്യം അത് പറയേ, എന്നിട്ട് ബാക്കി. വർഗീയത നജീബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞു. ഇഷാസ്കരിച്ചോ? ഇല്ല. മഗ്‌രിബ് മഗ്‌രിബ് മഗ്‌രിബിൽ എത്ര ഫാത്തിഹ നിങ്ങൾ ഓതി? അത് ഇങ്ങോട്ട് ചോദിക്കണം എന്തിനാണ്? എത്ര ഓതി എന്ന് പറയും? 3 ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ചോ? ഇല്ല. സുന്നത്ത് നിസ്കരിക്കുക. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാത്ത സുന്നിയാണ്. അപ്പൊ നിസ്കരിക്കാറുണ്ട്, പക്ഷെ സുന്നത്ത് നിസ്കരിക്കേണ്ട കോയ പോട്ടെ, അത് വിട്ട് പോട്ടെ. 3 ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 തവണ ഇന്ന് വർഗീയത പറഞ്ഞു. അത് നിങ്ങൾക്ക് അറിയോ? ഇനി ഇഷാപ്പഴ നിസ്കരിക്കാൻ പോണേ? ഇഷാപ്പഴ നിസ്കരിക്കാൻ പോണേ? ഇഷാക്ക് അവല് വക്തിൽ നിസ്കരിക്കണ്ടേ കോയ? ഇതിങ്ങനെ വൈപ്പിക്കാൻ പാടുണ്ടോ? അല്ല, ചോദിക്കേണ്ട ആവശ്യം. അതൊക്കെ ചോദിക്കണല്ലോ. നിങ്ങൾ എന്നോട് വന്നിട്ട് ഞാൻ വിശ്വാസിയാണോ, നിങ്ങൾ എക്സ് മുസ്ലിം ആണോ എന്നൊക്കെ നിങ്ങൾ ഇവിടെ ജാതകം തരയുമ്പോ തിരിച്ച് ഞാനും ചോദിക്കും കോയ. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. കോയ എപ്പോഴാണ് ഇനി ഇഷാ നിസ്കരിക്കാൻ പോണത്? എത്ര മണിക്കാന്ന് പറയും? എത്ര മണിക്കാണ് നിസ്കരിക്കാൻ പോണത്? അന്നാ ഫാത്തിഹ ഓത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിന്റെ ബാക്കി ഓതിയേ. എന്നിട്ട് ബാക്കി നിങ്ങൾ അത് ഓതിയിട്ട് ബാക്കി അതിന്റെ അർത്ഥം പറഞ്ഞ് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിന്റെ ബാക്കി പറഞ്ഞു. നിങ്ങൾ വർഗീയത പറഞ്ഞു. മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നിങ്ങൾ വർഗീയത പറഞ്ഞു, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ വർഗീയത ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് അറിയില്ല ഇസ്ലാം, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു തരാണ്. നിങ്ങൾ ഫാത്തിഹയിൽ നിന്ന് വർഗീയത പറഞ്ഞു, അത് ഏതാന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം പറയും. ആ ഫാത്തിഹയുടെ ബാക്കി ഞാൻ ഓതിയന്റെ ബാക്കി പറയും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ബാക്കി പറയും. എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം പറയും. നിങ്ങൾ ഉടായ്പൊക്കെ കൈവച്ചിട്ട് അർത്ഥം പറയും. അത് ഞാൻ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ അർത്ഥം പറയും. അർത്ഥം പറയൂ കോയ, വെറുതെ സമയം കളയല്ലേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചു തന്ന വഴിയിൽ. ബാക്കി ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഓല കൂട്ടത്തിലല്ല. ഏതാണ് ഈ ഓല? ഏതാണ് ഈ ഓല്? എനിക്കറിയില്ല ഏതാണ്. ഇനിയുള്ള കാര്യം പറയാലോ. വഴിവടച്ചവരും ദുർമാർഗികൾ ആരാണ്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാണ് വഴിവടച്ചവർ? ആരാണ് ദുർമാർഗികൾ? കൃത്യമായിട്ട് പറയൂ. നല്ല പാതയിൽ നിന്ന് തെറ്റിപ്പോയവര് ആരാണത്? ആരാണെന്നോ? ആരാണെന്നാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പറയൂ. വഴിവടച്ചവരും ദുർമാർഗികളും ആരാണ്? അതല്ല, അത് നല്ല പ്രാർത്ഥന. ആരാണെന്ന് പറയും. അത് ആരാണെന്നോ? എല്ലാ ദുർമാർഗികളും എല്ലാ വൈപ്പി വെച്ചവരും. എന്നാ തഫ്സീറിൽ എന്താ പറയുന്നത്? ആരാണ് ഈ ദുർമാർഗികൾ? ആരാണ് വഴിവെച്ചവർ? അത് നിങ്ങൾ ഉടായ്പ വെച്ചാൽ മതി. ഇതെന്റെ ഉടായ്പല്ല, തഫ്സീറിൽ കൃത്യമായിട്ട് എഴുതുന്നു. നീ കോയ അവിടെ നിൽക്കും, നീ അങ്ങോട്ട് പറയണ കേൾക്കും. ശുക്രിയ. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കോയയുടെ ഉടായ്പ കൈവെക്ക്. അതായത് നിങ്ങൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ ഓതിയത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആരാണത്? വഴിപഴച്ചവരും ദുർമാർഗികളും. ആരാണത്? ക്രിസ്ത്യാനികളും ജൂതന്മാരും.
അപ്പൊ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴിവിളച്ചവരെന്ന് വിളിക്കുന്ന വർഗീയത, അതാണ് ഈ പറയുന്ന ഖുർആന്റെ ഈ ഫാത്തിഹയിലുള്ളത്. കോയക്കത് അറിയില്ല, കോയ പോയി പഠിക്കേ. നിർത്തി അവമാനിക്കുവാണ്. അടുത്തത് നിങ്ങൾ ഇവിടെ ദ്വാരക്കുമ്പോൾ നിങ്ങൾ എന്താ ദ്വാരക്കാറ്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് വെച്ചാൽ ബഹുദൈവ ആരാധകരൊക്കെ നിന്ദ്യരാക്കണം, മുസ്ലിങ്ങളെ മാത്രം മെച്ചപ്പെടുത്തണം. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ വർഗീയത? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഓതുമ്പോ അതിനകത്ത് എന്താ വരുന്നത്? മതമിട്ട ആളുകളെ കൊല്ലണം, അവരെ നശിപ്പിക്കണം, ഇതേപോലെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ട് വർഗീയത പറയില്ലേ സുഹൃത്തെ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് ആരോടാണെന്നറിയോ? നിങ്ങളെ സ്വന്തം മാനവരിൽ മഹോന്നതനായ ഉത്തമ മാതൃകയായ ഉസ്വത്തുൻ ഹസനയായ മുഹമ്മദ് നബിയോട് പറയൂ കോയ. അതല്ലേ വേണ്ടത്. അല്ല എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുത്. ഇവിടെ വന്നിട്ട് ഉത്തരം മുട്ടുമ്പോ അത് തഫ്സീർ തള്ളുന്നു, ഹദീസ് തള്ളുന്നു, ഇതുപോലെ ഓരോന്ന് തള്ളാനാണെന്നുണ്ടെങ്കിൽ ഇത് സവോള തൊലി വിളിച്ച മാതിരി ആവും കോയ. അപ്പൊ കോയ വെറുതെ മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഏതായാലും തെളിവ് നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ആദ്യം ഖുർആൻ എന്താണെന്ന് അറിയില്ല, തഫ്സീർ എന്താണെന്ന് അറിയില്ല, ഏതാണ് സാധനം അറിയില്ല. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഇതേപോലെ കിടന്നിട്ട് മെഴുകിയാൽ കാര്യം നടക്കില്ല കോയ. അപ്പൊ കോയ പോയിട്ട് പഠിക്കും.